സുരേഷ് ഗോപി ജയിച്ചാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്കൊന്നുമില്ല. ഞാൻ ഹാപ്പിയാണ്. രാഷ്ട്രീയത്തിലെ താല്പര്യമുണ്ടോ? താല്പര്യമില്ല. ഇലക്ഷൻ നോക്കിയോ? സുരേഷ് ഗോപി വിജയിച്ചിട്ട് തോന്നി? ഒന്നുമില്ല. ഇങ്ങനെ ഇതൊക്കെ കാണാറുണ്ടോ? ഇപ്പോഴത്തെ യൂത്ത് പൊളിറ്റിക്സിൽ കാണാറുണ്ടോ? ഏത് ഐഡിയോളജിയാണ്? ഏത് പാർട്ടിയാണ്? കോൺഗ്രസ് ആണ്. സെൻട്രലിൽ കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസ് വലിയ കുഴപ്പമില്ലല്ലോ. കേരളത്തിലും കോൺഗ്രസ് ലീഡിങ്. സുരേഷ് ഗോപി മനുഷ്യനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ആളെ കുറിച്ച് എന്താ അഭിപ്രായം? വ്യക്തിയായിട്ട് അറിയില്ല. ഒരു ജയിച്ചതിൽ സന്തോഷമുണ്ടോ? ഒന്നുമില്ല. ഓക്കെ. ചേട്ടൻ ഏത് രാഷ്ട്രീയ അനുഭാവിയാണ്? ഇതന്നെ LDF കുറയാനുള്ള സാധ്യത എന്താണ്? ഭരണം വളരെ മോശമാണ്. നിങ്ങൾ ഹാപ്പി അല്ല. പിന്നെ സെൻട്രൽ സുരേഷ് ഗോപി ചോദിച്ചാൽ എന്താണ്? അവിടെ നിങ്ങൾ രാഷ്ട്രീയം നോക്കുന്നില്ല. നല്ല മനസ്സിലാണ്. സെൻട്രലില് BJP ആയിക്കോളെ. ഇനി കോൺഗ്രസ് കൊളീഷൻ കൂട്ട് വരാൻ സാധ്യതയുണ്ടോ? പോയി കഴിഞ്ഞിരിക്കും. കേരളത്തിൽ നല്ല മൊത്തമായിട്ട് കോൺഗ്രസ് പോയി കഴിഞ്ഞു. ഇപ്പൊ രാഹുൽ ഗാന്ധി തന്നെ അമേഠിയിൽ അവിടെ നിന്നിട്ട് പൊട്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ജയിച്ചത്. അതേമാതിരി തന്നെ ഇപ്രാവശ്യം ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിക്കും. എന്തിന്റെ ആവശ്യം? ഒരു ആവശ്യമില്ല. എന്തെങ്കിലും വികസനം മക്കളെ കൊണ്ടുണ്ടോ വയനാട്? ഇല്ല. ഞാൻ ആ നാട്ടുകാരനാണ്. കോൺഗ്രസ് രാഹുൽ ഗാന്ധി മാറി പുതിയ ആൾക്കാർ വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഓക്കെ. ഇലക്ഷൻ നോക്കിയോ? എന്തിന്റെ ചോദിക്കുന്ന കുഴപ്പമുണ്ടോ? ഒന്നും അറിയില്ല. അല്ല, ഒന്നും അറിയില്ല. ഒരു സംഭവം അറിഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി ജയിച്ചാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്കൊന്നുമില്ല. ഇപ്പത്തെ യൂത്ത് ഒക്കെ രാഷ്ട്രീയം നോക്കുന്നില്ലല്ലേ? വെറുതെ വേസ്റ്റാണ്. വേസ്റ്റ് ഓഫ് ടൈമാണ്. അവര് കാശിലാക്കുന്നു. അവര് വേസ്റ്റ് ഓഫ് ടൈമാണ്. ഓക്കെ. അവരതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഹാപ്പിയാണ്. ഏത് രാഷ്ട്രീയ അനുഭാവിയാണ്? ഓക്കെ. സുരേഷ് ഗോപി വിജയിച്ചില്ല എന്താ പറയണേ? നല്ല മനുഷ്യനാണ്. ജയിക്കണമായി. ഇത്രയും മെജോറിറ്റി വരുമെന്ന് വിചാരിച്ചോ? വിചാരിച്ചോ? കിട്ടണം. ഇപ്പൊ സെൻട്രലില് എന്തായാലും BJP ആണ്. ഈ കോൺഗ്രസ് ഈ രാഹുൽ ഗാന്ധി മാറണമെന്ന് നിങ്ങൾ അഭിപ്രായമുണ്ടോ? കണ്ടിന്യൂ ചെയ്യണം. കേരളത്തില് UDF, അത് LDF ഡൗൺ ആവാൻ കാരണം എന്താണ്? ഇവിടുത്തെ ഭരണം. ഇനിയിപ്പോ അടുത്ത സ്റ്റേറ്റ് ഇലക്ഷനും LDF വരാൻ സാധ്യത കുറവാണ്. അത് അപ്പൊ പറയാം. പിണറായി വിജയന്റെ ഭരണത്തെ കുറിച്ച് വലിയ ഇതില്ല അഭിപ്രായം. എനിവേ സുരേഷ് ഗോപി ജയിച്ചത് വളരെ സന്തോഷമാണ്. നല്ലൊരു മനുഷ്യനാണ്. സുരേഷ് ഗോപി വിജയിച്ചില്ല എന്താ അഭിപ്രായം? സുരേഷ് ഗോപി അത് രാഷ്ട്രീയം നോക്കിയല്ല അവരെ ചെയ്തിരിക്കുന്നത്. നല്ല മനുഷ്യൻ. ജനങ്ങളുടെ ഒരു വികാരമാണ്. പുള്ളി 2 പ്രാവശ്യം ഇരുന്ന് തോറ്റതല്ലേ. അപ്പൊ ഒരു സഹതാപവും പിന്നെ സ്ത്രീകളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് കൂടുതലായി. ഒരുപാട് പ്രചാരണം നടത്തിയല്ലോ. പ്രചാരണം നടത്തി. ഇത്രയും മെജോറിറ്റി ഇത്രയും ഭൂരിപക്ഷം വരുമെന്ന് വിചാരിച്ചോ? ഇല്ല. വിചാരിച്ചില്ല. സുനിൽകുമാർ നല്ല വ്യക്തിയായിരുന്നു. പക്ഷേ അതിലും നന്നായിട്ട് ജനങ്ങളുടെ വികാരം സുരേഷ് ഗോപിയോടൊപ്പമായിരുന്നു. മന്ത്രിയാവുന്ന ഉറപ്പാണോ? കേന്ദ്രമന്ത്രി ആകും എന്നുള്ള. അതല്ല, ഇപ്പൊ മറ്റേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മോദി വന്നപ്പോഴത്തേക്ക് മോദിയായിട്ടൊക്കെ നല്ല അടുപ്പമുള്ള ആളാണെന്നുള്ള ജനങ്ങൾക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. പൊതുവെ കേരളത്തില് സിനിമാക്കാർക്ക് സ്കോപ്പില്ല. സിനിമ അത്ര തമിഴ്നാട്ടിൽ പോലെ അങ്ങനെ സിനിമാക്കാർക്ക് ചാൻസ് ഇല്ല പറയാറില്ലേ? അത് പൊളിച്ചു ചെയ്തിരിക്കുകയാണല്ലേ? അത് പറയാൻ പറ്റില്ല. നല്ലൊരു വ്യക്തിയായതുകൊണ്ട് സിനിമാറിനെക്കാട്ടും രാഷ്ട്രീയത്തെക്കാട്ടും നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ്. നല്ലൊരു വ്യക്തിയാണ്. അയാള് സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ പൊതുവെ UDF അല്ലേ? LDF ഡൗൺ അല്ലേ? അത് ഈ ഭരണം കൊണ്ടാണ്. ഭരണം കൊണ്ടായിരിക്കാം. ജനങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. സെൻട്രലില് BJP ആയിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ആയിട്ട് ഒരു കൂട്ട് ഇങ്ങനെ വരുമോ? ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം LDAക്ക് ഇല്ല.
അവരുടെ ഇത് കുറയാൻ കാരണം കഴിഞ്ഞ നിന്നുള്ള ഭൂരിപക്ഷമല്ലേ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടില്ലേ? പല കാരണങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ യാത്ര, അതിനോടുകൂടി കോൺഗ്രസിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ധാരണ ജനങ്ങളുടെ ഉണ്ടായിരുന്നില്ല, മനുഷ്യനാണ് ഇല്ലാന്നുള്ള തോന്നലുണ്ടായിരുന്നില്ല. രാഷ്ട്രീയത്തെക്കാട്ടും ഒരു മനുഷ്യനല്ലേതാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ രാഷ്ട്രീയത്തിൽ കൂടെ തന്നെയല്ലേ പുള്ളി വന്നത്. പുള്ളി സിനിമയിൽ ഒന്നുകൂടി ഷൈൻ ചെയ്ത് നിൽക്കുന്ന കാലത്താണ് പുള്ളി ആദ്യമായിട്ട് മത്സരിക്കുന്നത്. എനിക്ക് ഗണേഷ് കുമാർ ആയിരുന്നു, പിന്നെ സിനിമയിൽ നിന്ന് ഒരാൾ വരുന്ന പുള്ളിയാണല്ലോ. സാധാരണ കേരളത്തിലെ സിനിമാക്കാർക്കാണ് ചാൻസ് ഇല്ലല്ലോ. ശരി, ജനത അഡ്മിറ്റ് ചെയ്തത് ഗണേഷ് കുമാറിനായിരുന്നു. ഈ തവണ LDF ഡൗൺ ആവാൻ കാരണം എന്താണ്? വളരെ ഭരണം ഉണ്ടായിരുന്നില്ല. വടക്കേ ഇന്ത്യയിൽ ഭരണം ഉണ്ടായിരുന്നു, ഭരണത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഭരണം ഇല്ലാത്ത പ്രശ്നമായിരുന്നു. അതാണ് സംഭവം. എന്തായാലും കേന്ദ്രത്തിൽ BJPയുടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. അത് പ്രതിപക്ഷങ്ങളുടെ ഏകോപനം ഉണ്ടാവുന്ന സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. 77 ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരുപാട് പേര് കുറ്റം പറയണ്ടായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഇവിടെയും കോൺഗ്രസ് ആയിട്ട് വന്നു, അവിടെയും കോൺഗ്രസ്. ദയനീയമായ സ്ഥിതി കഴിഞ്ഞ തവണ, അതിന് മുമ്പത്തെ തവണ പ്രതിപക്ഷം എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നില്ല. കൊള്ളാവുന്ന ആൾക്കാർ ശശി തരൂർ തന്നെ. അപ്പൊ കേന്ദ്രത്തിൽ ആരെ വരാൻ സാധ്യത? കേന്ദ്രത്തിൽ ഇപ്പൊ വ്യക്തമായി ഏറെക്കുറെ മുന്നിൽ നിൽക്കുന്ന NDA തന്നെയാണല്ലോ. NDA തന്നെയാണ്. കോൺഗ്രസ് മറ്റേ ഒരു കൂട്ടുകക്ഷി വരാൻ സാധ്യതയുണ്ടോ? കൊളീസൺ തൽക്കാലം സാധ്യതയില്ല. കാരണം പണവും കാര്യങ്ങളും സൗകര്യങ്ങളും BJPക്ക് തന്നെയാണ് കൂടുതലുള്ളത്. അവരെ സംബന്ധിച്ച് ഈ കേന്ദ്രത്തിലെ BJP ഭരണത്തിൽ ഹാപ്പിയാണോ? ഒരു മുഴുവൻ രംഗത്ത് അല്ലെങ്കിൽ ചില രംഗത്ത് ഒരു വലിയ മുൻതൂക്കം കാണിച്ചു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നു. അക്കൗണ്ട് തുറന്നു. ഇത് മാത്രമല്ലല്ലോ, ഇപ്പൊ നമ്മള് ഇവിടെ നോക്കും, തിരുവനന്തപുരത്താണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ വന്നിറങ്ങിയ ഒരാളാണ്. ശശി തരൂർ ഇതാണ് കുറവാണല്ലോ. ഈ 2 ടൈം കഴിഞ്ഞു, 3 ടൈം കഴിഞ്ഞു, 4ാമത്തെ ടൈമല്ലേ വരുന്നത്. പിന്നെ കോൺഗ്രസ് അങ്ങേരെ കൂടെ ഇല്ല. കോൺഗ്രസ് ഇവിടെ IBയുടെ വിജയത്തിൽ എന്താ അഭിപ്രായം? എറണാകുളത്ത് സുരക്ഷ സീറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ, എതിർ സ്ഥാനാർത്ഥി ഇല്ല. അല്ലെങ്കിൽ ഇത്ര മെജോറിറ്റി വരില്ല. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ജയത്തിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല. ആർക്കും സംശയം ഉണ്ടായിരുന്നു. ഇലക്ഷൻ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാതെ പോലെ അല്ല, എന്റെ 80-ന് ശേഷം ഞാൻ കാണുന്ന ഏറ്റവും നിസ്സംഗമായ തെരഞ്ഞെടുപ്പായിരുന്നു. ജനം പ്രതികരിക്കും. ട്രെയിനിലൊക്കെ ഭയങ്കര ജനം പ്രതികരിക്കുന്നതായിരുന്നില്ല. ആർക്കും സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇലക്ഷന്റെ അവസാനമായ സമയത്ത് ആൾക്കാർ ഇങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് ഇത്തരം ശ്രദ്ധിക്കുകയും ചെയ്യാന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയത്തിന് ഇത്രയും മുന്നേറ്റം അവിടെ ഉണ്ടാകുന്നത്. പ്രവർത്തനങ്ങൾക്ക് പറ്റിയില്ല, രാഷ്ട്രീയക്കാർക്കും പ്രവചിക്കാൻ പറ്റില്ല. കേരളത്തിൽ നിന്നുള്ളൊരു നേതാവും ഈ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞില്ല, ഒരു ചാനലും പറഞ്ഞില്ല, അറിയാൻ പറ്റുന്നില്ല. BJP വരികയാണെങ്കിൽ മോഡി തന്നെ ആയിരിക്കുമോ? മോഡി ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് വിമർശിക്കണില്ലേ? അല്ല, സൗത്ത് ഇന്ത്യയിൽ ഒരു കാലത്ത് ഇത് ബാലികാറമല തന്നെയായിരുന്നു. ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ അന്നും ഈ ഇവിടെ അതിന് ശേഷമാണ് ഈ കൂറുമാറ്റങ്ങളൊക്കെ നടക്കുന്നത്. കർണാടക, ആന്ധ്രയൊക്കെ അന്നും ഈ ഇന്ദിരാഗാന്ധി സഹായിച്ചു. ഇന്ദിരാഗാന്ധി ഇന്ത്യ മുഴുവനുള്ള കോൺഗ്രസിന്റെ നേതാവായിരുന്നു. മോഡി വടക്കേ ഇന്ത്യയിലെ നേതാവാണ്. ഓൾ ഇന്ത്യ പറയാൻ പറ്റില്ല. അപ്പൊ ആ ലോസ് തന്നെ ഇത്രയും വരുന്നത് ഇവിടെ മേക്കപ്പ് ചെയ്യാൻ മാത്രമുള്ള സീറ്റുകൾ കൊടുക്കില്ലല്ലോ. കർണാടക മാത്രം എൻട്രി ചെയ്യാൻ പറ്റും, തമിഴ്നാട്ടിൽ കടക്കാൻ പറ്റില്ല. കേരളത്തിൽ ഇത്രയും ഈ മെനക്കെട്ട കാര്യം കൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെയും കൂടി കഴിവുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഈ സുരേഷ് ഗോപിക്ക് ഇപ്പൊ ആക്ടിങ്ങിലൊക്കെ നല്ല മത്സരം വരുന്നത്. അപ്പൊ അവരുടെ ഇൻവോൾവ്മെന്റ് കയറി വരുന്നുണ്ട്. ഇവിടെ സുരേഷ് ഗോപി അങ്ങനെ ജയിച്ചു എന്നുള്ളത് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ അവിടെ നല്ല മത്സരം കാഴ്ചവെക്കുന്നു. ആക്ടിങ് നല്ല മത്സരം. ഇവിടെ അനിൽ ആന്റണി അല്ല വേറൊരു സ്ഥാനാർത്ഥിന് കുറെ കൂടെ ഭേദപ്പെട്ട ലെവലിലേക്ക് വന്നത്. സാമാന്യം നല്ല ഏക്കാന് പോലെ പുള്ളി കോൺഗ്രസ് ആയതുകൊണ്ട് മകനും കോൺഗ്രസ് അനുബന്ധിക്കുന്ന കാര്യമുണ്ട്. അവന്റെ സ്വാതന്ത്ര്യം പറഞ്ഞത് അനിൽ ആന്റണി അല്ലേ പറഞ്ഞു. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി അല്ല മറ്റൊരു നേതാവായിരുന്നു ഇതിനേക്കാളും കൂടുതൽ വോട്ട് കിട്ടുന്നതാണ്. അനിൽ ആന്റണി ആരാ? ആന്റണി രണ്ട് ധ്രുവങ്ങൾ തുടങ്ങിയിട്ടല്ലോ. അയാള് ഈ ജമ്പ് ചെയ്ത് വരും. ആന്റണി രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വളർന്നു വന്ന ഒരാളാണ്. ഞാൻ ചോദിച്ചത് ആന്റണി വളരെ അസമത്തിലാണ്, കാരണം മകൻ കോൺഗ്രസിൽ വന്നില്ല പറഞ്ഞ അത്. പക്ഷേ ആ മകന്റെ സ്വാതന്ത്ര്യമല്ല. ആ കാലഘട്ടമൊക്കെ പോയി ചെറുക്കനും വരുന്ന പുതിയ കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന പുതിയ ഐഡിയോളജി വരുന്ന പുതിയ കാര്യം വരും. അത് അടിച്ചേൽപ്പിക്കുന്ന കാര്യമില്ല. ആന്റണി ഒന്നും അതിനകത്തൊന്നും ഒരു ഇൻവോൾവ്മെന്റ് ചെയ്യുന്ന ഒരാളും അല്ല മക്കളുടെ കാര്യത്തിൽ. ആന്റണി വിചാരിച്ചിരുന്ന ഇതിനേക്കാളും ബന്ധപ്പെട്ട ഒരു സംവിധാനമൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരുന്നു. അത് ചെയ്തിട്ടില്ല. ചെയ്യാത്ത കാര്യം പറയേണ്ട കാര്യമില്ല. ഓക്കെ.